Hi all, welcome to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പോർഷൻ ആണ്. അതായത് നമുക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഉണ്ട്. അതിൽ കെമിസ്ട്രിയിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ആറ്റം. അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ രസതന്ത്രത്തെ പറ്റി പറയുമ്പോൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? അതിന്റെ പിതാവിൽ നിന്ന് തുടങ്ങണം അല്ലെ? അപ്പൊ നോക്കുക, രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ബോയിലാണ് കേട്ടോ. റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഇനി ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാവോക്സിയെ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോക്സിയെ ആണെന്നും രസതന്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോബർട്ട് ബോയിലാണെന്നും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അന്തർദേശീയ രസതന്ത്ര ദിനമായിട്ട് ആചരിച്ച വർഷം ഏതായിരുന്നു? 2011 ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2011. ഇനി ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്? ആറ്റമാണ് അല്ലെ? ഇനി ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഓസ്റ്റുവാൾഡ് ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക ആറ്റമാണെന്നും ആറ്റം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓസ്റ്റുവാൾഡോ ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. ആറ്റം മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, അതായത് നമ്മൾ പറയുമ്പോൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആറ്റം മാതൃക ആരാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ്? നീൽസ് ബോറിൻ്റെതാണ് കേട്ടോ. അതിന് മുമ്പും ആറ്റം മാതൃകകൾ ഉണ്ടായിരുന്നു, എന്നാൽ പോലും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആറ്റം മാതൃക ആരുടേതാണ്? നീൽസ് ബോറിൻ്റെതാണ്. ഇനി ആദ്യത്തെ ഒരു മാതൃക നമ്മൾ ആറ്റം മാതൃകയിൽ പഠിക്കും. ആറ്റം മാതൃക എന്ന് വെച്ചാൽ എന്താണ്? ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മാതൃകയാണ് ഏതെന്ന് പറയുന്നത്? ആറ്റം മാതൃക എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? JJ തോംസൺ ആണ് അല്ലെ? അതായത് ആറ്റത്തെ ഒരു തണ്ണിമത്തനോട് ഉപമിച്ചിട്ട് ആ തണ്ണിമത്തന്റെ ചുവന്ന് അല്ലെ, ആ ഒരു പൾപ്പ് എന്ന് പറയുന്നത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജും അതുപോലെ ആ തണ്ണിമത്തത്തിന്റെ കുരു എന്ന് പറയുന്നത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഏത് മാതൃക കൊണ്ടുവന്നത്? പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്നത്. അത് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? JJ തോംസൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ. അടുത്തൊരു മാതൃകയാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് പറയും? സൗരയുധ മാതൃക എന്ന് പറയും. എന്താണ്? സൗരയുധ മാതൃക. അപ്പൊ ഈ സൗരയുധ മാതൃക ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ്? റുദർഫോർഡിൻ്റെതാണ്. അതായത് ആദ്യം വന്നൊരു മാതൃക നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ JJ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃകയായിരുന്നു. അപ്പൊ ആ പ്ലം പുഡിംഗ് മാതൃകയ്ക്ക് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിമിതികൾ മറികടക്കാനായിട്ടാണ് അടുത്തൊരു മാതൃക വന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്? സൗരയുധ മാതൃക എന്ന് പറയുന്നത്. അപ്പൊ സൗരയുധ മാതൃക ആരുടേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ്? റുദർഫോർഡിൻ്റെതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് സൗരയുധ മാതൃകയുടെ? സൗരയുധ മാതൃക നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങള് കറങ്ങുന്നത് പോലെയാണ് ആറ്റത്തിനുള്ളില് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺ കറങ്ങുന്നതെന്ന് പറയുന്ന മാതൃകയാണ് ഏത്? സൗരയുധ മാതൃക. ആ സൗരയുധ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു മാതൃക ആരുടേതാണ്? റുദർഫോർഡിൻ്റെതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് അല്ലെ കണികകളൊക്കെ ഉണ്ട്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യമാണ് നോക്കുക. ആറ്റം, അതായത് ആറ്റോമിക സിദ്ധാന്തം ഒക്കെ ആരുടെ പേരിലുള്ളതാണ്? ജോൺ ഡാൾട്ടന്റെ പേരിലുള്ളതാണ്. അപ്പൊ ആറ്റോമിക സിദ്ധാന്തം ആരുടേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ജോൺ ഡാൾട്ടന്റേതാണ്. ഇനി ന്യൂക്ലിയസ് അതുപോലെ തന്നെ പ്രോട്ടോൺ അല്ലെ? പ്രോട്ടോൺ എന്ന് പറഞ്ഞ
ഇത് രണ്ടും ആരുടേതാണ്? ഏണസ്റ്റ് റുദർഫോർഡിന്റെ സംഭാവനയാണ്. ന്യൂക്ലിയസും പ്രോട്ടോണും ഏണസ്റ്റ് റുദർഫോർഡിൻ്റെതാണ്. ഇലക്ട്രോൺ ആണെങ്കിലോ? ഇലക്ട്രോൺ ആണെങ്കിൽ ജെ തോംസന്റേതാണ്. ഇനി ന്യൂട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണികയാണ് ഏത്? ന്യൂട്രോണ്. അപ്പൊ ന്യൂട്രോൺ ആടേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി പോസിറ്ററോൺ ആരാണ് കണ്ടുപിടിച്ചത്? കാൾ ആൻഡേഴ്സൺ ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ന്യൂട്രോൺ ആണ്. ഇനി നോക്കുക, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനാണ് എന്തെന്ന് പറയുക? ആറ്റോമിക നമ്പർ എന്ന് പറയുക. ഒന്നെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. അപ്പൊ ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തിനെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുക. ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ് ആറ്റോമിക നമ്പറിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ ആകെത്തുകയാണ് മാസ് നമ്പർ. ഏതിന്റെയൊക്കെയാണ്? പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെയും അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണത്തിന്റെയും ആകെത്തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ്റോമിക നമ്പറും ന്യൂട്രോണിന്റെ എണ്ണവും അറിയാമെങ്കിൽ അത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുക? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. കാരണം എന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് അല്ലെ. ഇവിടെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി വരുന്നത് ഏതായിരിക്കും? ന്യൂട്രോൺ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക, ആദ്യ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ഇനി ചാർജ് ഉള്ള ആറ്റങ്ങളെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുക? അയോണുകൾ എന്ന് പറയുക. അതായത് ആറ്റം വെറുതെ ഇരിക്കുകയാണ്, അപ്പൊ അതിനെന്തുണ്ടാവില്ല? ചാർജ് ഉണ്ടാവില്ല. അപ്പൊ ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ സ്വീകരിക്കും. അപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകളെ സ്വീകരിക്കുമ്പോൾ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജും ലഭിക്കും. അപ്പൊ അങ്ങനെ ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് എന്തെന്ന് പറയുക? അയോണുകൾ എന്ന് പറയുക. ഇനി പോസിറ്റീവ് ചാർജ് ഉള്ളവയാണെങ്കിൽ അവയെ എന്തെന്ന് പറയും? ക്യാറ്റയോൺ എന്ന് പറയും. എന്താണ്? ക്യാറ്റയോൺ എന്ന് പറയും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവയെ എന്തെന്ന് പറയും? ആനയോൺ എന്ന് പറയും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ക്യാറ്റയോൺ എന്നും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനയോൺ എന്നും പറയും. ഇനി ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് അതിനെ മൊത്തത്തില് നമ്മൾ എന്തെന്ന് പറയും? അയോണുകൾ എന്നും പറയും. അപ്പൊ ഓർത്ത് വെച്ചേക്കുക. ഇനി ഐസോടോപ്പ് നമുക്കറിയാവുന്നതാണ്, ആറ്റവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ഐസോടോപ്പുകളും ഐസോബാറുകളും ഒക്കെ. അപ്പൊ എന്താണ് ഐസോടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക നമ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്കറിയാം അവയെല്ലാം എന്തായിരിക്കും? ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളായിരിക്കും. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1H1, 1H2, 1H3 എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തിന്റെയും ആറ്റോമിക നമ്പർ എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ അവിടെ ഒരേ ആറ്റോമിക നമ്പർ ആണ്, വ്യത്യസ്ത മാസ് നമ്പർ ആണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ്. അപ്പൊ നമുക്കറിയാം നോർമല് നമ്മൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? പ്രോട്ടിയം ആണ് അല്ലെ. ഡ്യൂട്ടീരിയം ആണ് ഘനജലത്തിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഇനി അടുത്തത് 1H3 എന്ന് പറയുന്നത് ട്രിഷ്യം ആണ് അല്ലെ. ട്രിഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രിഷ്യം ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐസോബാർ ആണ്. ഐസോബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് എന്തെന്ന് പറയാ? ഐസോബാറുകൾ എന്ന് പറയുക. ഇവിടെ എന്താണ്?
ആറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണെന്ന് പറയാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 18 ആർഗൺ 14, 19 പൊട്ടാസ്യം 40, 20 കാൽസ്യം 40. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവൂ അല്ലെ, ഇവിടെ എന്താണ്, ഇവിടെ ആറ്റോമിക് നമ്പർ എല്ലാം വ്യത്യസ്തമാണ്, പക്ഷെ ഇവിടെ മാസ് നമ്പർ സെയിം ആണ്. ഇങ്ങനെയുള്ളവയ്ക്കാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഐസോടോൺ ആണ്. ഐസോടോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഐസോടോണിൽ എന്തിന്റെ എണ്ണമാണ് തുല്യമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ എണ്ണമാണ്, ന്യൂട്രോണിന്റെ എണ്ണമാണ്. എന്തിന്റെയാണ്, ന്യൂട്രോണിന്റെ ആണെന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് ഐസോമർ ആണ്. ഐസോമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെയാണ് എന്തെന്ന് പറയാ, ഐസോമേഴ്സ് എന്ന് പറയുക. അവയുടെ പ്രത്യേകത എന്താണ്, അവയുടെ തന്മാത്രാ സൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയുള്ളവയാണ് ഐസോമർ എന്ന് പറയുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തന്മാത്രയാണ്. നമ്മൾ ഇത്രയും നേരം ആറ്റവുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ഇനി തന്മാത്രയാണ് നോക്കുക. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നു. ഒരു മൂലകത്തിന്റെ ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണം. എന്താണ് ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണം എന്ന് പറയാനുള്ള കാരണം, നമുക്കറിയാം തന്മാത്രയെ സംബന്ധിച്ച് അത് സ്റ്റേബിൾ ആണ് അല്ലെ, സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്മാത്രയാണ്. തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്, അവഗാഡ്രോ ആണ്. ആരാണ്, അവഗാഡ്രോ ആണ്. നമ്മൾ അവഗാഡ്രോ നിയമം ഒക്കെ പഠിക്കുന്നതാണ്, അപ്പൊ ഓർത്ത് വെച്ചേക്ക. തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. ഇനി അവഗാഡ്രോ നമ്പർ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 6.023 × 10⁻23 ആണ്. അവഗാഡ്രോ നമ്പർ എത്രയാണ്, 6.023 × 10⁻23 ആണ്. ഇനി നോക്കുക, സൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന SI യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, മോൾ എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് മോൾ എന്നുള്ളത്. അപ്പൊ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന SI യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കുക, ആറ്റോമിക മാസ് യൂണിറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക, ആറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പറയുക. ആറ്റോമിക മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്, കാർബൺ 12 ആണ്. അപ്പൊ കാർബൺ 12ന്റെ മാസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആറ്റോമിക മാസ് യൂണിറ്റ് കൊണ്ടുവന്നത്. അപ്പൊ നോക്കുക, ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ആറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആറ്റോമിക മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ 12. ഇനി മൂലകം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മൂലകം അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയൂ അല്ലെ, ആ പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ ആണ്. ആ ഒരു പദത്തിന് നിർവചനം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആര് തന്നെയാണ്, റോബർട്ട് ബോയിൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറഞ്ഞ് വേർതിരിച്ചത് ആരാണ്, ലാവോക്സി ആണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, ലാവോക്സി ആണ്. അവിടെ മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറഞ്ഞ് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രസതന്ത്രത്തിന്റെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, ലാവോക്സി ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്, ലാവോക്സി ആണ് അല്ലെ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചിട്ടുള്ളതാണ്, ലാവോക്സി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലാവോക്സിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, LGS ഇനി വളരെ ഊർജ്ജം ഉൾക്കൊണ്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ LGSന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
45 ഡേയ്സ് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കിന്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ എല്ലാ വീക്കിലിയും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ് സെഷൻസ് ഉണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കൂടിയാണ് ഈ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇനി സ്മാർട്ടായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവര് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല രീതിയിൽ LGS പഠിച്ച് ക്രാക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആറ്റത്തിനെ കുറിച്ചായിരുന്നു അല്ലെ. അപ്പം ഇനിയും നമുക്ക് ഇതുപോലെ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.